നാളുകളായി നമ്മൾ കണ്ടിട്ട്. ഓഫ് കോഴ്സ് അതുകൊണ്ട് എല്ലാം കട്ട വെയിറ്റിംഗിലാണ്. നമ്മൾ എല്ലാവരും May 16th ആവാനായിട്ട് കാത്തിരിക്കുകയാണ് ഫോർ ദ വേൾഡ് വൈഡ് റിലീസ് ഓഫ് ഗുരുവായൂർ അമ്പലനടയിൽ. So ladies and gentlemen, are you ready to meet the stars of ഗുരുവായൂർ അമ്പലനടയിൽ? Are you ready? കല്യാണ ചെക്കനെ കാണാൻ റെഡിയാണോ? കല്യാണ പെണ്ണിനെ കാണാൻ റെഡിയാണോ? അളിയനെ കാണാൻ റെഡിയാണോ? And here he is. ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രത്തിന്റെ താരങ്ങൾ ഏവരും ഫോറം കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങളെ കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെ കാണാനായി കല്യാണം നേരിട്ട് വിളിക്കുന്നതിനായിട്ട് താരങ്ങൾ ഏവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. We have the cast and crew of ഗുരുവായൂർ അമ്പലനടയിൽ here with us today. കല്യാണ ചെക്കനും കല്യാണ പെണ്ണും അളിയനും ഫ്രണ്ട്സും എല്ലാവരും ദാ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഓൾറൈറ്റ്, സോ നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു നിമിഷം നമ്മുടെ സ്വന്തം രാജുവേട്ടനെയും ബേസിലിനെയും നിഖില, അനശ്വര എല്ലാവരെയും നമ്മളിങ്ങനെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ദിവസങ്ങളായി നമ്മളെല്ലാവരും ഈ ഒരു കല്യാണത്തിൻ്റെ തിരക്കിലാണ്. ഈ കല്യാണം നേരിട്ട് കാണാനുള്ള കാത്തിരിപ്പാണ്, കല്യാണം കൂടാനുള്ള കാത്തിരിപ്പാണ്. ഈ ഒരു കല്യാണത്തിൻ്റെ ഒരു അമിട്ടൻ ട്രെയിലർ 2 ദിവസം മുന്നേ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നല്ലേ. സോ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടാലോ? ട്രെയിലർ കണ്ട് തന്നെ നമ്മുടെ സെലിബ്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻവൈറ്റിംഗ് ഓൾ ഐസ്. ഗുരുവായൂർ അമ്പലനടയിൽ May 16th വേൾഡ് വൈഡ് റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലറാണ് നമ്മൾ വീണ്ടും താരങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കണ്ടിരിക്കുന്നത്. സോ നൗ ഇനി ഏതൊരു നിമിഷത്തിനാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്നത്? കുറെ അധികം നേരമായിട്ട് ആരെയാണ് സ്റ്റേജിൽ കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നേ? ഓഫ് കോഴ്സ് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ അമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട താരമാണ്. ഒരുപാട് ഇന്റർവ്യൂസിലും പ്രോഗ്രാംസിലും കട്ട ഹൈപ്പ് ആൻഡ് ബിൽഡപ്പ് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് രാജുവേട്ടൻ അത് കേട്ട് മുഷിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ബിൽഡപ്പ് ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ മലയാളികളുടെ സ്വന്തം രാജുവേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൃഥ്വിരാജ് സുകുമാരൻ. യെസ് രാജുവേട്ടാ, നമസ്കാരം. ഒരളിയൻ അങ്ങനെ ദാ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ആടുജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണല്ലേ. സോ വാട്ട് ഈസ് ഗുരുവായൂർ അമ്പലനടയിൽ ഫോർ യു? നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണറല്ല. രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ രാജുവേട്ടൻ്റെ ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. ആൻഡ് വാട്ട്സ് ദ ഫീലിംഗ് റണ്ണിങ് ഇൻ യുവർ മൈൻഡ്? നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി. ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ പേഴ്സണലി സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതാനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ്. അപ്പോൾ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. ഈ ഒരുപാട് നടീനടന്മാരും 2 വലിയ കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം, അവിടുത്തെ തെറ്റിദ്ധാരണകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ 2 ലേശം കിളിപോയ അളിയന്മാർ, അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് ബേസിലും മറ്റേ കിളിപോയ അളിയനായിട്ട് ഞാനും, അങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം ഈ 16-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം. വീട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്നൊരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഓക്കെ, 16-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ, എല്ലാവരും കാണാം. അയ്യോ കൊച്ചു. സോ രാജുവേട്ടിൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് യു ഇൻവൈറ്റഡ് എവറിബഡി ടു തിയേറ്റേഴ്സ് ഓൺ May 16th. അതൊരു പക്ഷേ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലേ? ട്രെയിലറിൻ്റെ എൻഡിൽ രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിൻ്റെ ഒരു റെപ്ലിക്ക ആയിട്ട് കൈ ചൂണ്ടി എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു. സോ രാജുവേട്ടൻ ഒരു ഹംബിൾ റിക്വസ്റ്റ്, അതേ സ്റ്റൈലിൽ അതേപോലെ തന്നെ എല്ലാവരും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാമോ പ്ലീസ്? ഈ വരുന്ന 16-ാം തീയതി എൻ്റെ സിനിമ റിലീസാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അല്ലേ? താങ്ക് യു സോ മച്ച്. സോ അളിയൻ സ്റ്റേജിൽ തന്നെ നിൽക്കട്ടെ. കിളി പോയ മറ്റേ അളിയനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ പൃഥ്വിരാജിനോടൊപ്പം ഹോംലി സ്റ്റാർ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. ഹോംലി സ്റ്റാറിന്റെ സെലിബ്രേഷൻ നോക്കൂ. ഒരു താരത്തിനും കിട്ടാത്തൊരു എൻട്രിയാണ് സ്റ്റേജിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഹായ് ഹോംലി സ്റ്റാർ, ഹായ് അളിയൻ, കിളിപോയ അളിയൻ. യെസ്, എല്ലാം നോക്കി പഠിപ്പിക്കുകയാണ്.
ബേസിലേട്ടന്റെ അഭിനയം നമുക്ക് കാണണ്ട അല്ലേ? ആളെ കണ്ടാൽ തന്നെ നമ്മൾ ശരിക്കും ആ ഒരു ബുള്ളറ്റ് എഞ്ചിൻ ചിരി കേട്ടാൽ തന്നെ നമ്മൾ ശരിക്കും ഇവിടെ എന്തോ കൗണ്ടർ വന്നാൽ ഞാൻ കേട്ടില്ല. ബട്ട് സ്റ്റിൽ ബേസിൽ ജോസഫ് വൺ സപ്പോർട്ടാണ്. ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ വൺ സപ്പോർട്ടാണ്. ഹോംലി സ്റ്റാറിന്റെ ഒരു വരവേൽപ്പ്, ദാറ്റ് വാസ് സോ ബ്രില്യന്റ്. സോ ഹൗ ആർ യു ഫീലിംഗ്? എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചല്ല, സത്യമായിട്ട് ഓർഗാനിക് ആയിട്ട് സംഭവിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാജുവേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ റൈറ്റർ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ്. ദീപുവാണ് ഇതിൻ്റെ റൈറ്റർ. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത E4 എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ, അനശ്വര, അതുപോലെ അശ്വിൻ, സിജു, സാഫ് ബോയ്, അഖിലേട്ടൻ, അങ്ങനെ ഒരുപാട് ആഷിഖ്, ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ, രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എൻ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മെയ് 16 തിയേറ്ററിൽ എല്ലാവരും വരണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ട്രെയിലറിലെ ബേസിലേട്ടൻ പറയുന്നുണ്ട് ആനന്ദേട്ടാ നിങ്ങളാണ് ഹീറോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ്? അല്ലെങ്കിൽ കൂടുതൽ കിളി പോയ ഏറ്റവും കിളി പോയത് ഡയറക്ടർ വിപിൻ സാറിനാണല്ലേ? എന്നാലും അളിയന്മാരിൽ ഏറ്റവും കിളി പോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആരായിരിക്കും? ആനന്ദ് ഓർ കൂടുതൽ കിളി ആരുടെയാണ് പോയതെന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ. അപ്പൊ അത് ഇപ്പൊ പറയണ്ടല്ലോ. യെസ്, അത് നമുക്ക് 16 തീയതി കണ്ടു തന്നെ അറിയാം. സോ മൂവിങ് ഓൺ, ഇനി നമുക്ക് നമ്മുടെ താരങ്ങൾ ഹീറോയിൻ ആക്ടേഴ്സിന്റെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈമാണ്. രാജുവേട്ടൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഒരു മാലാഖ, ഒരു ഡ്രീമി ഒരു സീക്വൻസിൽ മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരു ആക്ടറിനെ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് പ്ലേസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. സോ അധികം ബിൽഡപ്പ് ഇല്ലാതെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിഖില വിമൽ. ലിറ്ററലി മാലാഖ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഏഞ്ചൽ അപ്പിയറൻസിൽ തന്നെയാണ് നിഖില എന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, സോ നിഖിലയുടെ മുഖം ഇപ്പോൾ ചുളിയുന്നത് കാണാം. ബിക്കോസ് എവറിബഡി കമൻസ് യു ആസ് ദി തഗ് ക്വീൻ അല്ലേ? യെസ്, ആ ഒരു എക്സ്പ്രഷൻ തന്നെ പിന്നെയും തഗ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഗുരുവായൂർ അമ്പല നടയിൽ നമ്മൾ ട്രെയിലറിലൂടെ കാണുമ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ എൻ്റെ വൺ വിലയിരുത്തലായിരുന്നു. ആൻഡ് ഓൾസോ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വെയിറ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ് ആൻഡ് ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് ദാറ്റ്? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് റിലീസിന് വേണ്ടിയിട്ട്. എൻ്റെയും അനശ്വരയുടെയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഒരു കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം എങ്ങനെയായിരിക്കും ആൾക്കാർ സ്വീകരിക്കുക. ജയ ജയഹയ്ക്ക് ശേഷം വിപിൻ ചേട്ടൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ രാജുവേട്ടൻ്റെ കൂടെയും ബേസിലേട്ടൻ്റെ കൂടെയും ഒക്കെ എൻ്റെ ഫസ്റ്റ് അസോസിയേഷനാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക, നമുക്ക് ഒരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്, ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. എല്ലാവരും മെയ് 16 തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതൊരു ചെറിയ സിനിമയാണ്, ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം, അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഒരു നായികയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് വിളിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ആയാലും അതിൻ്റെ താഴെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കമൻസ് ആണ്, ഈ കുട്ടിയില്ലാത്തൊരു സിനിമ ഉണ്ടോ മലയാളത്തിലെന്ന്. സോ ഡെഫിനറ്റ്ലി ബാക്ക് ടു ബാക്ക് സക്സസ് ഹിറ്റുകൾ മാത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അനശ്വര, നല്ലൊരു കാര്യം നൽകി തന്നെ അനശ്വരയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കല്യാണ പെണ്ണാണ്. സോ അനശ്വര.
ഓക്കെ, അപ്പോൾ കല്യാണത്തിന്റെ മെയിൻ ഒരു ഫോക്കസ് കല്യാണ പെണ്ണിലും ചെക്കനിലും ആയിരിക്കും അല്ലേ? ആൻഡ് ഓഫ് കോഴ്സ് ബേസിലേട്ടൻ ആണോ? ബേസിൽ ജയ് 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 ഹേല നമുക്കറിയാം, വൺ ട്വിസ്റ്റ് ഒക്കെ കിട്ടി, കുറേ ഇടിയൊക്കെ മേടിച്ചിട്ടുള്ള പാവമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും, ഹൗ വിൽ, കഥ പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ സ്റ്റിൽ ഹൗ വാസ് യു കോംബോ വിത്ത് ബേസിലേട്ടൻ ആൻഡ് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇൻട്രോ കുറച്ച് കൂടിപ്പോയി, എത്രയൊന്നും ഇൻട്രോയുടെ ആവശ്യം എനിക്കില്ലായിരുന്നു. അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന്, നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂരമ്പലനട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമുക്കിപ്പം 16-ാം തീയതി സിനിമ റിലീസാണ്. എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് 16 ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നമ്മളൊരു ഹൽദി കഴിഞ്ഞ് ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് 16 ഫൈനലി സിനിമ റിലീസാവാണ്. ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത്. പിന്നെ ബേസിലായിട്ടാണ് കല്യാണം ചെക്കൻ. മെയിൻലി പറഞ്ഞ ഒരു അളിയനും തമ്മിലൊരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ കടന്നു പോകുന്നൊരു സിനിമയാണ്. അതിനകത്ത് ഈ കല്യാണ പെണ്ണിൻ്റെ റോള്, അതേപോലെ ഒരളിയൻ്റെ അനന്തേട്ടൻ രാജുവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ സിസ്റ്ററായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ചെയ്തതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ അഞ്ജലി എന്നുള്ളത്. ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി സിനിമയുടെ ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ്. ഇപ്പം തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്കോണൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന ലോജിയൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. സോ 16-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ കണ്ട് അത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആസ് വെൽ. സോ നമ്മുടെ 4 താരങ്ങളും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അടുത്തതായി വേദിയിലേക്ക് സിനിമയുടെ സംവിധായകനെ തന്നെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, ജയ ജയ ഹേ ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒരല്പം കൂടുതൽ തന്നെയാണ്. സോ നല്ലൊരു കൈഡി നൽകി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ വിപിൻ ദാസ്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചിത്രമാണ്. ആൻഡ് ഹായ് സർ, വെൽക്കം. 4ാമത്തെ ചിത്രമാണ്. ആൻഡ് ഇത്രത്തോളം കാസ്റ്റിനെ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഫിലിം ആയിരിക്കും അല്ലേ? സോ ഈ വലിയൊരു താരനിര അണിനിരക്കുമ്പോൾ ഹൗ വാസ് ഇറ്റ് ആൻഡ് ഹൗ വാസ് യുവർ ഫീലിംഗ്? 16th സിനിമ ഫൈനലി എത്തുകയാണ്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 12 ഇന്നാണ് നമ്മൾ ഗുരുവായൂരമ്പലയുടെ ഷൂട്ട് തുടങ്ങിയിട്ട് 1 വർഷമായത്. നമ്മൾ ഡിസ്കഷൻ പറഞ്ഞതാണ്. അപ്പം ഏതാണ്ട് ഇതേ ദിവസം തന്നെ റിലീസ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒന്നുകൂടെ അന്നേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുവരെ ചെയ്ത 3 സിനിമകൾ പോലെ തന്നെയാണ് ഇതും. ഈ തൊട്ടുമുമ്പുള്ള സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ്. ഒരു പുതിയ ജോണർ അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും വലിയ ഒരു താരനിര, ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ്, E4 പ്രൊഡക്ഷൻസ്, അപ്പം ഇതിൻ്റെ ഉള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. വളരെ എന്താ പറയുക, വളരെ എൻജോയ് ചെയ്ത സിനിമകളൊന്നാണ്. അപ്പം ഇത് നിങ്ങളെപ്പുറം ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുറച്ച് രസകരമായ മുഹൂർത്തങ്ങളുള്ളൊരു നല്ല സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ കാണാം. നമസ്കാരം. താങ്ക് യു വെരി മച്ച് സർ. സോ മൂവിങ് ഓൺ, അടുത്തതായി ചിത്രത്തിൻ്റെ റൈറ്ററിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ബേസിലേട്ടൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞിരാമായണം ചിത്രത്തിലെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതോടൊപ്പം പത്മിനി ഏറ്റവും റീസെൻ്റായി ഹിറ്റായ പേരിലൂർ പ്രീമിയർ ലീഗിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സോ നല്ലൊരു കൈഡി നൽകി തന്നെ റൈറ്റർ ദീപു പ്രദീപ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ദീപു സർ, വെൽക്കം. നമുക്ക് ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും കറക്റ്റ് ഒരു തീം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. രാജുവേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. അതോടെ ട്രെയിലറിലും വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല. അളിയൻ തമ്മിലുള്ള ഒരു റൊമാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും അതിൻ്റെ പിറകിൽ കുറേയധികം ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ വാട്ട് ഈസ് അബൌട്ട് ഓൾ ദാറ്റ്? അതൊക്കെ ഒരു ആകാംക്ഷ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. എന്നാലാണല്ലോ 16-ാം തീയതി നിങ്ങളെല്ലാവരും തിയേറ്ററിലെത്തി ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ക്യാരക്ടേഴ്സും കുറേ അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു ടോട്ടൽ എൻ്റർടൈനറാണ്. കഴിഞ്ഞ വിപിൻചേട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മെയ് 12 തൊട്ടിട്ട് ഈ മെയ് 12 വരെ ഒരു നല്ലൊരു എൻജോയ് ചെയ്തു, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തൊരു ജേണി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് തിയേറ്ററുകളിൽ നിങ്ങൾക്കും കാണുന്ന എല്ലാവർക്കും കിട്ടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ എല്ലാവരും കാണാം. അത്രയേ ഉള്ളൂ. നന്ദി. താങ്ക് യു സോ മച്ച് സർ. സോ ഗുരുവായൂർ അമ്പലനടയിലിൻ്റെ പ്രൊഡക്ഷൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആൻഡ് E4 എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. നമുക്കറിയാം രാജുവേട്ടൻ്റെ എസ്ര, ഭ്രമം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച E4 എൻ്റർടൈൻമെൻറ്റ്സ് വീണ്ടും ഗുരുവായൂർ അമ്പലനടയിലുമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സോ വേദിയിലേക്ക് പ്രൊഡ്യൂസർ മുകേഷ് R മെഹ്ത സാറിനെ സാദരം ക്ഷണിക്കുന്നു. മികച്ച കൈഡി നൽകിയ തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രൊഡ്യൂസർ തന്നെയാണ്.
രാജുവേട്ടൻ്റെ തന്നെ എസ്ര, ഭ്രമം തുടങ്ങിയ സിനിമകൾ നമുക്ക് മുന്നിലെത്തി എത്തിച്ച പ്രൊഡക്ഷൻ ഹൗസാണ്. സോ ഡെഫിനറ്റ്ലി സാറിൻ്റെ ഒരു വാക്കുകളിലൂടെ കേട്ടാൽ മാത്രമാണ് നമ്മുടെ ഒരു സെലിബ്രേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. സോ പ്ലീസ് ഫ്യൂ വേർഡ്സ്. കൊച്ചിൻ്റെ ക്രൗഡിന് നന്ദി. ഇവിടെ വന്ന് ഞങ്ങൾ യഥാർത്ഥ സ്വീകരിച്ചതിന് ഈ പടത്തിന് ഞങ്ങൾ വിശ്വസിച്ചിട്ട് ജോയിൻറ്റ് പ്രൊഡക്ഷൻ ചെയ്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് നന്ദിയുണ്ട്. പിന്നെ മിക്ക ആർട്ടിസ്റ്റുടെ നിൽക്കുന്നത് എല്ലാവരും തേർഡ് മൂവിയാണ്. നിഖിലായാലും തേർഡ് ഫിലിമാണ്. നമ്മുടെ പെരലൂർ പ്രീമിയം ലീഗ് പിന്നെ കുഞ്ഞിരാമായണം വെച്ചിട്ട് തേർഡ് ഫിലിമാണ്. ദീപുടെ വിപിൻ്റെ മാത്രം ആദ്യത്തെ പടമാണ്. പിന്നെ അനശ്വരയുടെയും ആദ്യത്തെ പടമാണ്. ബേസിലുടെയും മൂന്നാമത് പടമാണ്. അപ്പോൾ മെയ് 16 എല്ലാവരും തിയേറ്ററിലെ ഫാമിലി ഇസ് എ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. അതും രാജു സാർ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അത് കാരണം പടം നല്ലതായിരിക്കുന്നു വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി സാർ പറഞ്ഞതുപോലെ രാജുവേട്ടൻ്റെ ഒരു ഗ്യാരണ്ടി നമ്മൾ അധികം അങ്ങനെ കേൾക്കാത്തൊരു കാര്യമാണ്. സോ ഒരു ഗ്യാരണ്ടി തന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ മെയ് 16 തിയേറ്ററുകളിലേക്ക് എത്താം അല്ലേ. സോ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇനി എനിക്ക് വളരെ വളരെ ആകാംക്ഷയുള്ള ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ദുബായ് ആൻഡ് ഖത്തറിൽ പോയപ്പോൾ രാജുവേട്ടനും ബേസിലേട്ടനും ഓഡിയൻസിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരുന്നു. യെസ് യെസ്, എനിക്ക് തോന്നുന്നു എല്ലാവരും കാത്തിരുന്നത്. സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെയാണ് രാജുവേട്ടൻ നമുക്കായിട്ട് അത് ചെയ്തത്. സോ നൗ കൊച്ചിക്ക് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ രാജുവേട്ടന്റെ പാട്ട് കേൾക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകും? രാജുവേട്ട പ്ലീസ് പ്ലീസ് എന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു സെലിബ്രേഷൻ വരുമ്പം പാടാതെ എങ്ങനെയാണ് രാജുവേട്ട? ഹൗ ക്യാൻ വി ലൈക്ക് കൺക്ലൂഡ് വിത്തൗട്ട് യുവർ സോങ്? പുറത്തു പോയപ്പോൾ പാടിയപ്പോൾ മലയാളികൾക്ക് വേണ്ടി പാടണ്ടേ? നിങ്ങളുടെ എനർജി നല്ലപോലെ ഹൈ ആണെങ്കിൽ രാജുവേട്ടൻ ഒരു മടിയും കൂടാതെ പാടുന്നതായിരിക്കും. So come on, show your love people. രാജുവേട്ട പ്ലീസ്. എനിക്കൊന്ന് എൻ്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജനത്തിന് കേൾക്കാൻ താല്പര്യം ബേസിലിൻ്റെ പാട്ടാണ്. എനിക്കും ആക്ച്വലി ബേസിലിൻ്റെ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം ലാസ്റ്റ് കേട്ടത്. അതുകൊണ്ട് ബേസിൽ ഞാൻ മൈക്ക് കൈമാറാം. ബേസിലേട്ടന്റെ പാട്ട് ഉണ്ടായിരിക്കും. 2 പാട്ട് പേര് താങ്ങില്ല. രണ്ടുപേരുടെ ഒരു ഗ്രൂപ്പ് സോങ് ആയാലോ? അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? സൂപ്പർ ആയിരിക്കും. ബേസിലേട്ടൻ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. ഓക്കെ, മറ്റേ എന്താണ് കാണേ കാണേ കൺമൂടുത്ത കേൾക്കേ കേൾക്കേ കാതുണരും രോദനമെന്നോ ദൂരെ ദൂരെ സാന്ത്വനം മൃദുസാന്ത്വനം എന്നെവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി പുതിയ മുഖം. രാജുവേട്ട ആ ഒരു ലൈൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്ത് ബേസിലേട്ടന്റെ പുതിയ മുഖം അതൊന്നുകൂടെ. ഓക്കെ യെസ് കം ഓൺ. ഒരു സാന്ത്വനം ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി ഉണരുന്നൊരു ഇനി ഒരു പുതിയ മുഖം പുതിയ മുഖം ഇനി ഒരു പുതിയ മുഖം. ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ അറിയാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പുതിയ മുഖം എന്ന് പാടിയത്. എന്തായാലും ജുഗൽബന്ദി ആയില്ലേ ഇവർക്ക് വേണ്ടി. തീർച്ചയായിട്ടും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു അല്ലേ. സോ നമ്മുടെ ഒഫീഷ്യൽ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ 4 താരങ്ങൾ ആ സ്റ്റേജിന്റെ താഴെ ഇരുന്ന് നമ്മുടെ ക്രൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് വി നീഡ് യു ഓൺ സ്റ്റേജ് ആസ് വെൽ. സോ നേരത്തെ തന്നെ നമ്മുടെ സ്റ്റേജിലെത്തി നമ്മളെ എന്റർടൈൻ ചെയ്ത 4 താരങ്ങളെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിൽ, അശ്വിൻ, സാഫ് ബോയ് ആൻഡ് സിജു. Okay, so for
കോമിക് സ്റ്റാർസ് ഈ ഒരു മൊമെന്റിൽ എന്തെങ്കിലും കൂടെ പറയാൻ ബാക്കിയുണ്ടോ? എനിത്തിങ് എൽസ്? ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും മെയ് 16 തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും മെയ് 16 തന്നെ വരണം. താങ്ക് യു സോ മച്ച്. ചേട്ടാ, ടു കൺക്ലൂഡ് ഇൻ സ്റ്റൈൽ. യെസ് സർ, പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ കല്യാണം എല്ലാവരും ഈ മാസം 16 വരണം. സിജു, അശ്വിൻ, ഞങ്ങളുടെ കൂട്ടുകാരുടെ കല്യാണമാണ്, എല്ലാവരും വരണം. ഓക്കെ, സോ മേ ബി ഒരു സ്റ്റൈൽ ആൻഡ് ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഒരാളത് പറയുന്നു, ബാക്കി എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒരു ആക്ഷൻ കാണിച്ചാലോ? രാജുവേട്ടൻ്റെ ഒരു ആക്ഷൻ, നിങ്ങൾ എല്ലാവരും വരണം. ആരാണ് പറയുന്നത്? സാഫ് ബോയ് സെയിം ഡയലോഗ് പറയുന്നു, നമ്മൾ ആക്ഷൻ കാണിക്കുന്നു. മറ്റേ സെയിം ഡയലോഗ്, നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് വരണം, നമ്മൾ എല്ലാവരും ഒരേപോലെ ആക്ഷൻ കാണിക്കുന്നു. സർ, യെസ്. അപ്പൊ ഈ വരുന്ന മെയ് 16 ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് എന്റെ പെങ്ങളുടെ കല്യാണമാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you so much. Thank you so much, Rajveta. Thank you very much. ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രത്തിന്റെ താരങ്ങളും ക്രൂ മെമ്പേഴ്സുമാണ് നമ്മളോടൊപ്പം.